ഇപ്പം നമ്മൾ കാണുന്നത് റിപ്പോർട്ട് ടി വിയിലുള്ള ഒരു വാർത്തയാണ്. വാർത്ത പ്രകാരം 5094 വ്യക്തികൾ തിരുവനന്തപുരം ജില്ലയിൽ എയ്ഡ്സ് രോഗം ബാധിച്ചിട്ടുണ്ട് എന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. അപ്പോൾ പഠനങ്ങൾ പ്രകാരം മിക്കവാറും എല്ലാ ലോറി ഡ്രൈവർമാരും തൊഴിലാളികളും ഇതുപോലെ ലൈംഗിക തൊഴിലാളികളെടുത്ത് പോയിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാറുണ്ട്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഒരുപാട് ആളുകൾ പല രീതിയിലുള്ള ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നുണ്ട്. പക്ഷേ ഈ ലൈംഗിക തൊഴിലാളികൾക്ക് അധികം പേർക്കും വൃത്തിയും മെനയൊന്നുമില്ല. കാരണം അവർ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പലവരുമായിട്ട് സ്ഥിരമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നവരാണ്. എല്ലാവരും വൃത്തിയായിട്ട് അവരുടെ ശരീരം സൂക്ഷിക്കണം എന്നൊന്നുമില്ല. അതിപ്പോൾ പെണ്ണുങ്ങൾ മാത്രമല്ല, ആണുങ്ങളും അവർ ശരീരം അപ്രകാരം സൂക്ഷിക്കണം എന്നൊന്നുമില്ല. അതുകൊണ്ട് ലൈംഗിക അവയവങ്ങളൊക്കെ വളരെയധികം സൂക്ഷിച്ചില്ലെങ്കിൽ അതിൽ രോഗങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അതിൽ മുറിവുകളൊക്കെ ഉണ്ടെങ്കിൽ എയ്ഡ്സ് രോഗം പോലത്തെ വൈറസൊക്കെ അതിൻ്റെ അകത്ത് പ്രവേശിക്കാൻ സാധ്യതയുണ്ട്. എയ്ഡ്സ് രോഗം പടരുന്നത് ദ്രാവകങ്ങളിലൂടെയാണ്. തുപ്പൽ, രക്തം, ശുക്ലം തുടങ്ങിയ ദ്രാവകങ്ങളിലൂടെയാണ് ഇത് പടരുന്നത്. ലോകത്തിൽ ആദ്യമായിട്ട് എയ്ഡ്സ് രോഗം കണ്ടുപിടിച്ചത് സ്വവർഗ അനുരാഗികളായിട്ടുള്ള അമേരിക്കയിലുള്ള 2 ആണുങ്ങളിലാണ്. അത് ഒരിക്കൽ ശരീരത്തിൽ വന്നു കഴിഞ്ഞാൽ വല്ലാത്ത ക്ഷീണവും ചൊറിച്ചിലും പലതരത്തിലുള്ള അസ്വസ്ഥതകളും ഉണ്ടാവും. അത് തക്ക സമയത്ത് ചികിത്സിച്ചില്ലെങ്കിൽ മരണം ഉറപ്പാണ്. അത് കണ്ടുപിടിക്കാൻ തന്നെ വർഷങ്ങൾ എടുക്കും. ആദ്യമൊന്നും ആർക്കും അത് തിരിച്ചറിയാൻ പറ്റുന്ന നിലയിൽ ആയിരിക്കില്ല അതിൻ്റെ പ്രവർത്തനമൊക്കെ. കാരണം നമുക്ക് എയ്ഡ്സ് രോഗം ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം സിംറ്റംസ് ഒന്നും കാണിച്ചില്ലെങ്കിൽ നമുക്കത് മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. സമയത്തിന് അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് ചികിത്സിച്ച് നിയന്ത്രണത്തിൽ കൊണ്ടുവരാം എന്നാണ് പറയുന്നത്. പക്ഷേ ഇതുവരെയും എയ്ഡ്സ് രോഗം വന്നിട്ടുള്ള ആരും രോഗഭേദമായിട്ടില്ല, മരിച്ചു പോയിട്ടേ ഉള്ളൂ. ലൈംഗിക അസാന്മാർഗീയതയുടെ ഒരു അനന്തരഫലമാണ് എയ്ഡ്സ് രോഗം. അത് ആർക്കും വരാം. അപ്രകാരമുള്ള പ്രവർത്തികളിൽ ഏർപ്പെടുന്ന ആർക്കും വരാം, എങ്ങനെയും വരാം. കാരണം പലവരും പല രോഗങ്ങളുള്ളവരാണ്. ആ പല രോഗങ്ങളുള്ളവരുടെ ശരീരവുമായിട്ട് സ്ഥിരമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നവർക്ക് എയ്ഡ്സ് രോഗം വരാൻ എല്ലാ സാധ്യതയും ഉണ്ട്.